മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നു. ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ. കുട്ടനാടും അപ്പർ കുട്ടനാടും പ്രളയഭീതിയിൽ. ശക്തമായ മഴയ്ക്ക് ഞായറാഴ്ച നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട് അപ്പർ കുട്ടനാട് പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിൽ. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവുമാണ് ജലനിരപ്പ് ഉയർത്തുന്നത്. തോട്ടപ്പള്ളി പുഴയിലൂടെ കടലിലേക്കുള്ള ഒഴുക്ക് കാര്യക്ഷമമാക്കാത്തതും ജലനിരപ്പ് കുറയാത്തതിന് കാരണമായി നാട്ടുകാർ പറയുന്നു. തലവടി പഞ്ചായത്തിലെ കുതിരച്ചാൽ, കുന്നുമാടി, നീരേറ്റുപുറം എന്നിവിടങ്ങളിലും മുട്ടാർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലും സംസ്ഥാന പാതയിലെ നീരേറ്റുപുറം പൊടിയാടി ഭാഗത്തും മുട്ടാർ, കിടങ്ങര അടക്കമുള്ള റോഡുകളിലും വെള്ളം കയറി ഗതാഗതം മുടങ്ങി. വീടുകൾ വെള്ളത്തിലായതോടെ ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി തുടങ്ങി. തലവടിയിൽ ചക്കുളത്തുകാവിലമ്മ ഓഡിറ്റോറിയത്തിലും GVHSSലും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിവിധ വാർഡുകളിൽ കഞ്ഞി വിതരണ കേന്ദ്രങ്ങളും തുടങ്ങി. തിരുവല്ല അമ്പലപ്പുഴ റോഡിലെ നെടുമ്പ്രം ഭാഗത്ത് വെള്ളം കയറിയതിനാൽ ഇതുവഴി ഗതാഗതം പൂർണ്ണമായും നിലച്ചു. KSRTC സർവീസുകളും നിർത്തിവെച്ചു. തിരുവല്ലയിൽ നിന്നുള്ള ബസ്സുകൾ പൊടിയാടി വരെയും ആലപ്പുഴയിൽ നിന്നുള്ളവ ചക്കുളത്തുകാവ് വരെയുമാണ് ഓടുന്നത്. മുട്ടാർ, കിടങ്ങറ റോഡിലും സർവീസ് റോഡുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. എടത്വ, ചമ്പക്കുളം റോഡിൽ തായങ്കരയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. ചക്കുളത്തുകാവ് പരിസരത്തും വെള്ളം കയറി. ക്ഷീരകർഷകരും കർഷക തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. തൊഴുത്തിൽ വെള്ളം കയറിയതോടെ കന്നുകാലികളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയാണ്. കൃഷിപ്പണിയും തൊഴിൽ മേഖലകളും സ്തംഭിച്ചിരിക്കുകയാണ്.